റിയാസ് മൗലവിയുടെ കൊലക്കേസും അതിൻ്റെ വിധിയും ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷനും ഒരേപോലെ വീഴ്ച വരുത്തിയതുകൊണ്ട് പ്രതികളെ വിട്ടയക്കുന്നു എന്നാണ് സെഷൻസ് കോടതി പറഞ്ഞത്. ഈ വിധിന്യായം TG പരിശോധിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതതിൻ്റെ പാട്ടിനെ പോട്ടെ എന്ന് വിചാരിച്ചതാണ്. ഒരുപാട് കേസുകളിങ്ങനെ വിട്ടുപോകാറൊക്കെയുണ്ട്. മാത്രമല്ല ഈ പ്രതികൾ വിട്ടുപോകുമ്പോൾ വാദിഭാഗത്തിനുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. ഇവിടെ വാദിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇങ്ങേര് മൗലവി ആയതുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്നാണ്. പള്ളിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ശരി. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇതിനെപ്പറ്റി കമൻ്റ് അടിക്കണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് വലിയ വലിയ ആൾക്കാരൊക്കെ കൂടെ എന്തോ മഹാപാപം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളം. ഇപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രതികരിച്ചിട്ടുണ്ട്. സുപ്രഭാതം ഇന്ന് അവരുടെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. RSS പ്രതികളായ കേസുകളെല്ലാം വിട്ടുപോകുന്നു, മുസ്ലിങ്ങൾ പ്രതികളായത് എല്ലാം ശിക്ഷിക്കപ്പെടുന്നു എന്നാണ്. ഒറ്റയടിക്ക് 15 പേരെ വരെ വധശിക്ഷ വിധിക്കുന്നു എന്നൊക്കെ. അതുകൂടാതെ നമ്മളുടെ യൂഷ്വൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് CPM RSS ബന്ധം. ഇത്രയൊക്കെ വന്നപ്പോഴാണ് എന്നാലിത് നോക്കണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. 170 പേജാണ് സെഷൻസ് കോടതിയുടെ വിധി. അതെൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്. ഈ കേസ് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഇത്ര വലിയൊരു ചതി കേരളത്തിൽ വേറെ നടന്നത് ഞാൻ കണ്ടിട്ടില്ല. ചതിയോ? ചതിയാണ്, ശുദ്ധ ചതിയാണ്. അതായത് ഇവരുടെ കേസ് എന്താ? അജേഷ്, നിതിൻ, അഖിലേഷ്, ഈ 3 പേര്, 3 ചെറുപ്പക്കാർ. അജേഷ് ഈ മൗലവിയെ കൊല്ലുന്നു. നിതിൻ പുറത്ത് ഈ മോസ്കിൻ്റെ മുറ്റത്ത് കാവൽ നിൽക്കുന്നു. അഖിലേഷ് പുറത്ത് ബൈക്കുമായിട്ട് ഈ കൃത്യം കഴിഞ്ഞാൽ ഉടനെ കടക്കാനായിട്ട് അയാളും റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ അജേഷ് അകത്ത് കയറി ഈ മുഹമ്മദ് റിയാസുമായിട്ട് ഉരുട്ടിപ്പിടുത്തമായി ബഹളമായി ഇതിനിടയ്ക്ക് കുത്തി, പലതവണ കുത്തി, 19 കുത്തി. അതുകൂടാതെ ഉരുട്ടിപ്പിടിച്ചപ്പോൾ പറ്റിയ പരിക്കുകൾ ഇതൊക്കെ ആ മൗലവിയുടെ ദേഹത്തുമുണ്ട്, അജേഷിൻ്റെ ദേഹത്തുമുണ്ട്. അപ്പോൾ ഒച്ച കേട്ടിട്ട് അവിടുത്തെ ഖത്തീബ്, അയാൾ വേറൊരു മുറിയിലാണ്, അയാൾ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ പുറത്ത് നിന്ന നിതിൻ ഒരു കോൺക്രീറ്റ് കട്ടയെടുത്ത് അയാൾ നെറുക്കേറിയുന്നു. അയാൾക്ക് കൊള്ളുന്നില്ല. ഇത് പോയിട്ട് അയാൾ കിടക്കുന്ന മുറിയുടെ ഭിത്തിയിൽ അടിച്ചിട്ട് താഴെ വീണ് പൊട്ടുന്നു. ഭിത്തിയിൽ ചെറിയൊരു പാടുണ്ട്, ടൈൽസ് ഇട്ട ഭിത്തിയാണ്, ചെറിയൊരു പാട്. ഈ കോൺക്രീറ്റ് കട്ടയുമൊക്കെ തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ കോൺക്രീറ്റ് കട്ട വെച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഖത്തീബ് ചാടി അടുത്ത ഹോളിൽ, അതാണ് മോസ്കിൻ്റെ ഹോള്, അവിടെ പോയിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് പള്ളി ആക്രമിക്കുന്നേ ഓടിവായോ എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കിലൂടെ വിളിച്ചു പറയുന്നു. അപ്പോൾ അധികം രാത്രിയായിട്ടില്ല, 10:30 മണിയോ അങ്ങനെ ഉണ്ട്. എല്ലാ മുസ്ലിങ്ങളും പള്ളിയുടെ നേർക്ക് ഓടിക്കൂടുന്നു, വൻ ജനക്കൂട്ടം. അതിനിടയ്ക്ക് പോലീസ് വന്നു. ഒക്കെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പള്ളിയൊന്നും ആക്രമിച്ചിട്ടില്ല, ഈ മനുഷ്യൻ ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടപ്പുണ്ട്. ഇതാണ് കേസ്, പ്രോസിക്യൂഷൻ കേസ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ 3 പേരെ, ഈ അജേഷ്, നിതിൻ, അഖിലേഷ്, 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. 7 വർഷം അവർ ജയിലിൽ കിടക്കും. ജാമ്യം കിട്ടിയില്ല. പലതവണ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഒടുവിൽ വിചാരണ തുടങ്ങി. ഇതാണ് ഒരു സംശയം ചോദിക്കട്ടെ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ 7 വർഷം വരെയൊക്കെ വയ്ക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. മദനി കിടന്നില്ലേ? അല്ല, ഇതിപ്പോൾ സാധാരണ മർഡർ കേസുകളിലൊക്കെ അത് അണ്ടർ ട്രയലാണ്. ഇത് അണ്ടർ ട്രയലാണ്. എന്നാലും മറ്റ് പല കേസുകളിലും ജാമ്യം കിട്ടി കൊലക്കേസ് പ്രതികളൊക്കെ നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടുക്കാറുമുണ്ട്, കൊടുക്കാതിരിക്കാറുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് കൊടുത്തില്ല. ഇവർ പലതവണ ശ്രമിച്ചെങ്കിലും ഹൈക്കോടതി വരെ പോയെങ്കിലും കൊടുത്തില്ല. എന്ത് വാങ്ങിക്കോട്ടെ, ജാമ്യം കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കാതിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 9.5 വർഷം അതിന് കോയമ്പത്തൂർ ജയിലിൽ കിടന്നില്ലേ. പക്ഷേ മദനിക്കെതിരെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇവർക്കെതിരെ മൈനർ കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നു. മദനിക്ക് പല കേസുകളിലും ജാമ്യം കിട്ടിയിട്ടുമുണ്ട്. ഈ മദനിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, ഒരു കേസിലും കിട്ടിയിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ ജാമ്യം കിട്ടാൻ. ഹി വാസ് നെവർ അറസ്റ്റഡ്. അയാൾ കോയമ്പത്തൂർ കേസിലാണ് ധൈര്യമായിട്ട് അന്ന്
കോഴിക്കോട് CI ആയിരുന്ന, ടൗൺ CI ആയിരുന്ന AV ജോർജ്. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു. AV ജോർജാണ് ധൈര്യമായിട്ട് രാത്രി അറസ്റ്റ് ചെയ്തിട്ട് കൈയോടെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന് കൈമാറി. അല്ലെങ്കിൽ ജോർജിനെ കൊല്ലൂടെ. അത് പറയുമ്പോൾ വല്ലതുമാണ്. ഹി വാസ് നെവർ അറസ്റ്റ്. പിന്നെ എന്ത് ജാമ്യം? ഒറ്റ തവണ അറസ്റ്റ് ചെയ്തുള്ളൂ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ. അതിൽ ജാമ്യം കൊടുത്തില്ല. ബാക്കി കേസുകളൊക്കെ പെൻഡിങ്ങാണ്. ബാക്കി കേസുകൾ ഇപ്പോഴും 28 കേസ് പെൻഡിങ്ങാണ്. 28 കേസ് മദനിക്കെതിരെ കേരളത്തിൽ പെൻഡിങ്ങാണ്. അറസ്റ്റേ ഉണ്ടായിട്ടില്ല. സ്ഫോടനമടക്കമുള്ള കേസുകൾ. പ്രസംഗിച്ചതിൻ്റെ കേസ് വേറെ. പ്രസംഗിച്ചതിൻ്റെ കേസ് ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ് എന്ന് പറയും പോലീസ് ഭാഷയിൽ. FAD. ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോഴാണ് FAD. ഞാൻ ലോക്കൽ പോലീസിനോട് ചോദിച്ചു ഇതെന്താ FAD? ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ്. വേണ്ടാന്ന് വെച്ചു. അത് തന്നെ. അപ്പോൾ ഈ സ്റ്റാറ്റസ് കോടതി എഴുതുന്നുണ്ട് A1, A2, A3 എന്ന് വെച്ചാൽ അജേഷ്, നിതിൻ, അഖിലേഷ് 3 പേരും ജുഡീഷ്യൽ കസ്റ്റഡി ടിൽ ദിസ് ഡേറ്റ്. വിധി പറയുന്ന ദിവസം വരെ കസ്റ്റഡി. ഓക്കെ. അപ്പോൾ ഇവരുടെ കേസ് ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്തു, കൊന്നു. ഇതാണ് കേസ്. ഇതിൽ ഞാൻ ചതി എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഫ്രെയിം ചെയ്തു ഓൺ 15/11/2017 മാർച്ച് 20 രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. നവംബർ 15 ദ ലേണർ പ്രിഡിസിസർ ജഡ്ജ്, എനിക്ക് മുമ്പുണ്ടായിരുന്ന ജഡ്ജ്, ഫ്രെയിംഡ് ചാർജസ് അഗൈൻസ്റ്റ് ദ അക്യൂസ്ഡ് ഡെലിനേറ്റിംഗ് 5 സ്പെസിഫിക് ഹെഡ്സ്. 5 പ്രധാന തലക്കെട്ടുകളായിട്ട് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ ഫ്രെയിം ചെയ്തു എനിക്ക് മുമ്പിരുന്ന ജഡ്ജ്. അത് കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. സബ്സീക്വൻ്റ്ലി ദ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഫയൽഡ് CMP എന്ന് പറഞ്ഞാൽ ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ 3047/2019. അത് ചാർജ് ഫ്രെയിം ചെയ്ത് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നു പ്രോസിക്യൂട്ടർ ടു അമെൻഡ് ദ ചാർജസ് ആൻഡ് ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് സൈഡ് ബൈ ഓർഡർ ഡേറ്റഡ് 25/9/2019. അതായത് 2 വർഷത്തിലേറെയായി. ഇപ്പോൾ മാർച്ച് 2017 നടന്ന കേസിന് പുതിയ ചാർജ് ഫ്രെയിം ചെയ്തു പ്രോസിക്യൂഷൻ്റെ ആവശ്യമനുസരിച്ച്. അപ്പോൾ ഡേറ്റ് 2019 ജൂലൈ ആയി. 2 വർഷം നീറ്റ്, 2.5 വർഷം പോയി. ഇവർ ജയിലിൽ കിടക്കുക. അലൗഡ് ദ പെറ്റീഷൻ ആൻഡ് ലേണഡ് ജഡ്ജ് അമെൻഡഡ് ദ ചാർജ് ഇൻറ്റഗ്രേറ്റിംഗ് 2 അഡീഷണൽ ഹെഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് അലിഗേഷൻസ്. 2 തലക്കെട്ടുകൾ കൂടെ ചേർത്ത് അതിൻ്റെ അലിഗേഷൻസ്, ആരോപണങ്ങളൊക്കെ ചേർത്തിട്ട് പുതിയ ചാർജ് ഫ്രെയിം ചെയ്തു. പഴയ ചാർജ് ഇല്ലാതെയായി. ഈ പുതിയ ചാർജിലാണ് ഇവർ RSSകാരാണെന്നുള്ള വാദം വരുന്നത്. അതുവരെ ഇവർ RSSകാരായിരുന്നില്ല. ഈ കേസ് തുടങ്ങി കൊലപാതകം കഴിഞ്ഞ് 2.5 വർഷം RSSകാരല്ലാത്തവർ പ്രോസിക്യൂട്ടർ പ്രത്യേകം ഹർജി കൊടുത്ത് RSSകാരാണ്, അതുകൊണ്ട് മുസ്ലിം വിരോധമുണ്ട്, അതുകൊണ്ടാണ് കൊലപാതകം എന്നുള്ള ചാർജ് കൂടെ ചേർത്തു. അവിടെയാണ് ഈ ജഡ്ജ് പിടിച്ചത്. കാരണം പുള്ളി തീരുമാനിച്ചു, ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഇവർ RSSകാരാണ്, അതുകൊണ്ട് മുസ്ലിം വിരോധികളാണ്. ഒരു സ്ഥലത്ത് ഇതും പറയുന്നുണ്ട്, ഇവർ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് മുസ്ലിം വിരോധികളാണ്. ഇന്നലെ ഏതോ ചാനലിൽ പറയുന്നത് അത് ജഡ്ജ്മെൻറ്റിലുണ്ട്. ഈ 2 വാദവും പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ RSSകാരാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളോട് വിരോധം. ഇവർ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളോട് വിരോധം. ഇത് രണ്ടും പറയുന്നു. അതെന്തൊരു വാദമാണ്? അല്ല, ആ വാദമാണ് ഇവർ ഈ ചാർജ് അമെൻഡ് ചെയ്ത് പെറ്റീഷൻ കൊടുത്ത് 2.5 വർഷത്തിന് ശേഷം ഉറപ്പിച്ച വാദം ഇതാണ്. ഫസ്റ്റ് എടുക്കുന്ന കണ്ടൻഷൻ അതാണ്. അപ്പോൾ കോടതി എന്ത് ചെയ്തു? നമ്മുടെ ഈ കബഡി കളിയിൽ കണ്ടിട്ടില്ലേ, ഒരു നടുക്കൊരു ലൈനുണ്ട്, അത് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ ശത്രുപക്ഷത്തേക്ക് പോകുന്നു. ശത്രുപക്ഷത്തേക്ക് പോകുമ്പോൾ ഒരു ലൈനുണ്ട്, അതിനപ്പുറത്തേക്ക് കളിസ്ഥലമുണ്ട്. ഈ ലൈനെയാണ് ബൾക്ക് ലൈൻ എന്നത്. സെൻട്രൽ ലൈനിൻ്റെ അപ്പുറത്തുള്ളത് ബൾക്ക് ലൈൻ. കോടതി ഇവരെ ബൾക്ക് ലൈൻ വെച്ച് പിടിക്കുന്നു, അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. RSSകാരാണ്, അതുകൊണ്ട് മുസ്ലിം വിരോധമുണ്ട്. ഇപ്പോൾ 2 കാര്യം നിങ്ങൾ പ്രൂവ് ചെയ്യണം. 1, ഇവർ RSSകാരാണ്. 2, RSSകാർക്ക് മുസ്ലിം വിരോധമുണ്ട്. ഇവർ ഈ അതിബുദ്ധി കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാസ് മൗലവിയെ കൊല്ലാൻ ഇവർക്കൊരു മോട്ടീവില്ല. ഒരു കൊലപാതകത്തിൽ ഒരു മോട്ടീവ് വേണം.
മോഷ്ടിച്ചോ എന്തെങ്കിലും ഇല്ല, ഒന്നും മോഷ്ടിച്ചിട്ടില്ല. പൂർവ്വവൈരാഗ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിന് അജേഷ് ബുദ്ധിമുട്ടിപ്പോയി റിയാസ് മൗലവിയെ കൊല്ലണം? ഈ ചോദ്യത്തിന് മറുപടിയില്ല. ഒരു കൊലപാതകത്തിൽ മോട്ടീവ് പ്രധാനമാണ്. അപ്പം ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിന് തടസ്സമായിട്ട് സുനിൽ നിന്നോ, അതുകൊണ്ട് സുനിലിനെ കൊന്നു. ഒരു മോട്ടീവുണ്ട്, തടസ്സം നിന്നോ അതുകൊണ്ട്. സുനിലിനെ കൊല്ലാനൊന്നുമല്ല ഞാൻ പോകുന്നു, ഞാൻ വേറൊരു കാര്യത്തിന് പോവുക. പക്ഷേ ഇടയ്ക്ക് സുനിൽ കിടന്ന് കച്ചറയുണ്ടോ, കൊല്ലടാമനെ. പൂർവ്വവൈരാഗ്യമില്ല, അതെ. പക്ഷെ ഒരു പർപ്പസുണ്ട്, തടസ്സമായിട്ട് നിന്നു. ഇത് ഒന്നുമില്ല, നത്തിങ് ഈസ് ദർ. ഈ അജേഷും ഈ പറഞ്ഞ റിയാസും തമ്മിൽ ഒരു ശത്രുതയില്ല, ഒന്നുമില്ല. ഇത് ഒരു പ്രശ്നമാണ് ക്രിമിനൽ കേസ്. അതുകൊണ്ട് ഒരു മോട്ടീവ് ഉണ്ടാക്കിയവർ ഇവർ ആർ എസ് എസ്സുകാർക്ക് മുസ്ലിം വിരോധമുണ്ടെന്നും 2.5 വർഷം കഴിഞ്ഞു ഇത് ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നത് പിണറായി വിജയൻ ഭരണത്തിലിരിക്കുമ്പോഴാണ്. ഈ സമസ്തയും കിമസ്തയും ഒക്കെ ഉള്ളപ്പോഴാണ്. അന്ന് എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം ഇവരുണ്ടാക്കിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആർ എസ് എസ്സുകാർക്ക് മുസ്ലിം വിരോധമുണ്ട്, ആർ എസ് എസ്സുകാർ ഫാസിസ്റ്റാണ്. ഇതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ അപകടകരമായ മറ്റൊന്നുമില്ല. ഹിന്ദുക്കളാണെങ്കിൽ മുസ്ലിം വിരോധമുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. നിങ്ങൾക്ക് കോടതിയിൽ ഇത് തെളിയിക്കാൻ പറ്റില്ല. അത് ഈ പൊട്ടന്മാർ മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ ആളുകളും കേസ് ജയിക്കുന്നത് ടി വി ചർച്ചയിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? ടി വി ചർച്ചയിൽ വിനു വി ജോൺ കേസ് ജയിക്കും, പുള്ളിയാണ് ജഡ്ജി, പുള്ളി വിധിക്കും. ഈ കേസ് റിയാസ് മൗലവി കേസ് അനായാസമായിട്ടില്ല വിനു വി ജോണൊക്കെ ജയിച്ചുകൊണ്ട് പോകുന്നത്. അബ്ജോദാണ് പ്രോസിക്യൂട്ടർ. അബ്ജോദ് വാദിക്കുന്നു, വിനു വിധിക്കുന്നു, ജയിക്കുന്നു, എല്ലാവർക്കും സന്തോഷം, പുളകം കൊള്ളും ആൾക്കാർ ഇത് കണ്ടിട്ട്. ബട്ട് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ കോർട്ട്, നത്തിങ് ടു ഡു. ഈ പറയുന്ന കക്ഷികളൊക്കെ കോടതിക്ക് മുമ്പിൽ മൂത്രമൊഴിക്കും ചോദ്യങ്ങൾക്ക് മുമ്പിൽ. ദേ ഡോണ്ട് നോ ദ ലോ, ദേ ഡോണ്ട് നോ ദ ഫാക്ട്സ്, ദേ ജസ്റ്റ് ഗോ ഓൺ വിത്ത് ദെയർ ക്യാമ്പയിൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് 170 പേജ് എൻ്റെ തല പൊട്ടിച്ച് വായിച്ച് ശ്രദ്ധിച്ചെടുത്തത്. ആൻഡ് ഈ കള്ളത്തരം നടന്നു. ഈ കള്ളത്തരത്തിൽ തന്നെ കോടതി കയറി പിടിച്ചു. ഫസ്റ്റ് ഒരു തിങ്, ഈ ദൃക്സാക്ഷിയില്ല ഈ കൊലപാതകത്തിന്, ദൃക്സാക്ഷിയില്ല. ഈ ഖത്തീബ് ബഹളം വെച്ചില്ലേ, ബഹളം കേട്ടാണ് ഖത്തീബ് വാതിൽ തുറക്കുന്നത്. അപ്പം തന്നെ കല്ല് വന്നു. ഖത്തീബ് ചാടി അപ്പുറത്ത് പോയി മൈക്ക് ഓൺ ചെയ്തിട്ട്, അയാൾ പ്രൊപ്പഗൻഡക്കാരനാണ്, അയ്യോ പള്ളി ആക്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് എന്താ റിയാസ് മൗലവിക്ക് സംഭവിച്ചതെന്ന് അയാൾ നോക്കിയില്ല. ആളുകളെല്ലാം കൂടെ പള്ളിയിൽ വന്നു, ഗേറ്റൊക്കെ തുറന്ന് എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാരും റിയാസ് മൗലവി ശ്രദ്ധിക്കുന്നില്ല, അയാളുടെ മുറിയിൽ ശ്രദ്ധിക്കുന്നില്ല. പിന്നീടാണ് ആരോ പറഞ്ഞു അയ്യോ ദേ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് എല്ലാവരും അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ ദൃക്സാക്ഷിയില്ല. ഇയാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു, ഒരുപാട് ചോരയൊക്കെ ഉണ്ട്. ബട്ട് കൊല്ലുന്നതിന് ദൃക്സാക്ഷിയില്ല. കഴിഞ്ഞ് ദ ഫസ്റ്റ് സ്ട്രോങ് പോയിൻറ്റ് ഫോർ ദ ഡിഫെൻസ്, ദൃക്സാക്ഷിയില്ല. പിന്നെയുള്ളത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന് സുപ്രീം കോടതിയുടെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു കേസിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എടുക്കേണ്ടത് എങ്ങനെയാണ്, അതിനൊരു 5 ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. സുപ്രീം കോടതി പറഞ്ഞു സർക്കംസ്റ്റാൻസസ് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അതിനകത്തെ ഒരു ലിങ്ക് പോലും വീക്കാവാൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ അജേഷ് കുറ്റക്കാരനാണെന്ന് തോന്നുന്നു, ദൃക്സാക്ഷിയില്ല, അജേഷ് അല്ലാതെ മറ്റാരും ഇത് ചെയ്യാനിടയില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. അജേഷ് ചെയ്തു നിങ്ങൾ തെളിയിക്കേണ്ട, കാരണം ദൃക്സാക്ഷിയില്ല. പക്ഷേ അജേഷ് അല്ലാതെ മറ്റാരും ചെയ്യാനിടയില്ല എന്ന് തെളിയിക്കണം. ഇത് തെളിയിക്കുന്ന നിങ്ങളുടെ ഓരോ ലിങ്കും ശക്തമായിരിക്കണം. ഏതെങ്കിലും ഒരു ലിങ്ക് വീക്കായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചങ്ങല പൊട്ടി. ഇതാണ് സുപ്രീം കോടതി പ്രിൻസിപ്പൽ. അല്ലെങ്കിൽ സാഹചര്യം വെച്ച് ആരെ വേണമെങ്കിലും തൂക്കിലേറ്റാം. സാഹചര്യം വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കള്ള് ഷാപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു, പക്ഷേ അയാൾ കള്ളു കുടിച്ചു എന്ന് അർത്ഥമാകുന്നില്ല. സാഹചര്യം അയാൾക്കെതിരാണ്. വൈകുന്നേരത്തെ സമയമാണ്, പലരും ഷാപ്പിലേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇയാളും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടത്. ഇറങ്ങി വരാൻ നേരത്തെ ഇയാൾ ചുണ്ടു തുടയ്ക്കുന്നുണ്ടായിരുന്നു, ഇയാളൊരല്പം ആടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ സാഹചര്യമാണ്, കള്ളു കുടിച്ചതിന് തെളിവാകുന്നില്ല. അപ്പോൾ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. അയാൾ ചില്ലറ മാറാനായിട്ട് ഷാപ്പിൽ കയറിയതാവാം. ഷാപ്പിലാണ് ഏറ്റവും കൂടുതൽ ചില്ലറ കിട്ടുന്നത്, അവിടെ കയറി ഇതിനിടയ്ക്ക് അയാൾ വേർക്കുന്നുണ്ട്, അയാളൊന്ന് തുടച്ച് കാണും. ഇതൊക്കെ ആവരുതോ, ആവാമല്ലോ. അപ്പോൾ നമ്മൾ ഈ സാഹചര്യം എന്ന് പറയുന്നത് ഓരോന്നും ഡിഫൻസ് ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കും. ഇയാൾ ചില്ലറ വാങ്ങുമ്പോൾ ഷാപ്പിൻ്റെ ഉടമസ്ഥനെ വിസ്തരിക്കുമ്പോൾ അയാൾ പറയും അയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ചില്ലറ അയാൾക്ക് ആവശ്യമാണ്, അയാൾ ചിട്ടിക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങളുടെ ഹോൾ കേസ് പൊളിഞ്ഞു. ഇതുകൊണ്ടാണ് സുപ്രീം കോടതി ഇതിന് ഗൈഡ് ലൈൻ കൊടുത്തത്. അപ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ച് വേണം ഇത് ചെയ്യാൻ. ഇവരെന്ത് ചെയ്തു? അപ്പോൾ കോടതി ആദ്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവർ RSSകാരാണെന്ന് തെളിയിക്കുക. ആദ്യം അത് നോക്കാം. RSSകാരാണ്, അതുകൊണ്ട് മുസ്ലിം വിരോധം എന്നല്ലേ, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് RSSകാരാണെന്നുള്ളത് അത് തെളിയിക്കും. അത് കഴിഞ്ഞ് RSSന് മുസ്ലിം വിരോധം ഉണ്ടോ എന്ന് നോക്കാം. അത് രണ്ടാമത്തതാണ്. ഇവർക്ക് ഇത് തെളിയിക്കാൻ സാധിച്ചില്ല. ഒരു മനുഷ്യൻ ഈ പിള്ളേർ RSS ആണെന്ന് പറയുന്നില്ല. ഇപ്പോൾ PW49 പ്രോസിക്യൂഷൻ വിറ്റ്നസ്സാണ്. അമീർ AM PW49 മുസ്ലിമാണ്. അയാൾ എ റെസിഡൻറ്റ് ഓഫ് കേലുഗുഡെ എന്നുള്ള ഗ്രാമം, അത് ഹിന്ദു ഡോമിനേറ്റഡാണ്. ഈ സംഭവം നടക്കുന്നത് ചൂരിപ്പള്ളി, ആ സ്ഥലം മുസ്ലിം ഡോമിനേറ്റഡാണ്. പക്ഷേ ഹിന്ദുക്കളും ഉണ്ട് കേട്ടോ, കൂടുതൽ മുസ്ലിങ്ങളാണ്. കേളുഗഡ്ഡ എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലം. അപ്പോൾ കേളുഗഡ്ഡയിലാണ് ഈ അമീർ താമസിക്കുന്നത്. എ റെസിഡൻറ്റ് ഓഫ് കേളുഗഡ്ഡെ ടെസ്റ്റിഫൈഡ് ദാറ്റ് നിതിൻ ഈസ് ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ദേ പ്ലേഡ് ക്രിക്കറ്റ് ടുഗദർ ഇൻക്ലൂഡിംഗ് അജേഷ് നിയർ ദ ഗ്രൗണ്ട് ഓഫ് അയ്യപ്പ ഭജന മന്ദിരം അറ്റ് കേളുഗഡ്ഡെ. അയ്യപ്പ ഭജന മന്ദിരത്തിനടുത്ത് സ്ഥിരം ക്രിക്കറ്റ് കളിക്കുകയാണ് അമീർ, നിതിൻ, അജേഷാണ് കൊന്നത്. നിതിൻ പുറത്ത് നിന്ന് കല്ലെറിഞ്ഞ ആൾ. ഈ രണ്ടുപേരും അമീറും ചേർന്ന് സ്ഥിരം ക്രിക്കറ്റ് കളിക്കാറുണ്ട്. കൂട്ടുകാരനാണ് അവരുടെ. അയ്യപ്പ ഭജനമുണ്ട്, കൂട്ടുകാരാണ്. ഡ്യൂറിങ് ക്രോസ് എക്സാമിനേഷൻ ദിസ് വിറ്റ്നസ് സ്റ്റേറ്റഡ് ദാറ്റ് 4 days after the incidents in this case, the photos of the accused persons were shown on Manorama News channel. ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ്. കൊലപാതകത്തിൻ്റെ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 3 പ്രതികളുടെയും ഫോട്ടോ മനോരമ ന്യൂസ് ചാനൽ കാണിച്ചു. ഇത് ഈ കേസിൽ വലിയൊരു വഴിത്തിരിവായി. കാരണം ഈ ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡുണ്ട്, പ്രതികളെ തിരിച്ചറിയുന്നു, സാക്ഷികൾ പ്രതികളെ തിരിച്ചറിയുന്നത്. പല സാക്ഷികൾ കൊണ്ടും ഇത് ചോദിച്ചു, നിങ്ങൾ ഇതിന് മുമ്പ് ഇവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാർ. അപ്പോൾ അവിടെ ഒരു ലോക്കൽ പത്രത്തിൽ ഇവരുടെ ഫോട്ടോ വന്നിട്ടുണ്ട്, മനോരമ ന്യൂസ് ചാനലും ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ കണ്ട ആളിനെ ഇയാളാണ് അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് ഇങ്ങനെ. പ്രതിയാണ് എന്ന് പറഞ്ഞിട്ട് TV ചാനലിൽ നിങ്ങൾ കണ്ടു, എന്നിട്ട് പ്രതികളെ കുറച്ച് പേരെ നിർത്തിയിട്ട് ഇയാളെ ഐഡൻറ്റിഫൈ ഇയാൾ മനസ്സിലായി, ഇയാളാണ് കേസിലെ പ്രതി. കാരണം മനോരമ ന്യൂസ് ചാനൽ വന്നിരുന്നു. അതോടെ സംഭവം ഇയാളുടെ വിശ്വാസ്യത പോയില്ലേ. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ട് തിരിച്ചറിയുകയല്ല ചെയ്യുന്നത്. ചാനലിൽ കണ്ട് തിരിച്ചറിഞ്ഞു, അതേ ആളിനെ വീണ്ടും തിരിച്ചറിഞ്ഞു. ഇതുകൊണ്ടാണ് ഈ പ്രതികളുടെ പണം കൊടുക്കരുത് എന്ന് പറയുന്നത് പോലീസുകാർ തലമൂടി കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസിൽ അച്ചാരമ്പത്ത് പ്രദീപന് ഇത് അനുകൂലമായിട്ട് വന്നു. അവിടെ ഒരു ലോക്കൽ പത്രത്തിൽ പ്രദീപൻ്റെ ഫോട്ടോ വന്നിരുന്നു. പ്രദീപൻ പറഞ്ഞു, എന്നെ ഇയാൾ തിരിച്ചറിഞ്ഞത് കളവാണ്, നേരത്തെ തന്നെ പത്രത്തിൽ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ അഡ്വാൻറ്റേജ് അയാൾക്ക് കിട്ടി, ഐഡൻറ്റിഫിക്കേഷൻ പരേഡിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് പറഞ്ഞാൽ നമ്മുടെ ചാനലുകാർ സമ്മതിക്കില്ല. ചാനലുകാർ മത്സരിച്ച് പോയി എങ്ങനെയെങ്കിലും പ്രതിയുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് പ്രതിയെ സഹായിക്കലാണ്. ഇനിയെങ്കിലും ചാനലുകാർ അത് നിർത്തുന്നത്. ഞാൻ പറയുന്നത് ഒരു ക്രിമിനൽ കേസിൽ നിങ്ങൾ ഇടപെട്ട് കുളമാക്കുകയാണ്. വാസ്തവത്തിൽ ഈ റിയാസ് മംഗലം ഈ കേസ് അലമ്പാക്കിയത് രാഷ്ട്രീയക്കാരുടെയും ചാനലുകാരുടെയും RSSനെ താറടിക്കാനുള്ള വാശിയാണ്. ആ വാശിക്കാണ് നിങ്ങൾ ചാർജ് അമെൻഡ് ചെയ്തത്. ആ വാശിയാണ് മജിസ്ട്രേറ്റ് പൊളിച്ച് കയ്യിൽ തന്നത്. കാരണം മജിസ്ട്രേറ്റിന് സമയത്തൊരു അലിഗേഷൻ വന്നാൽ അത് പരിശോധിക്കണമല്ലോ. മജിസ്ട്രേറ്റ് പരിശോധിച്ചു. ദ പോയിൻറ്റ് ദാറ്റ് എമർജ് ഫ്രം ഹിസ് ടെസ്റ്റിമണി, അമീറിൻ്റെ ടെസ്റ്റിമണിയാണ്, ഈസ് ദാറ്റ് ബീയിങ് എ മുസ്ലിം നൺ ഓഫ് ദ അക്യൂസ്ഡ് ഹാർബേർഡ് എനി ഹോസ്റ്റിലിറ്റി ടുവേഴ്സ് ഹിം. വളരെ പ്രധാനപ്പെട്ടാണല്ലോ. മുസ്ലിമായിട്ടും എനിക്കെതിരെ ഇവർക്ക് യാതൊരു ദേഷ്യവും ഉണ്ടായിട്ടില്ല. സോ ദ ടെസ്റ്റിമണി ഓഫ് ദിസ് വിറ്റ്നസ് seriously damage the alleged motive connected to communal element alleged against the accused. നിങ്ങളുടെ ആരോപണത്തിൻ്റെ അടിത്തറ തകർക്കുന്ന മൊഴിയാണ് അമീറിൻ്റെ മൊഴി. അവരെൻ്റെ കൂട്ടുകാരാണെന്നും അയ്യപ്പ ഭജന മന്ദിരം അതിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ ഞങ്ങൾ സ്ഥിരം ക്രിക്കറ്റ് കളിക്കാറുണ്ടെന്നും ഞാൻ മുസ്ലിമാണെന്നുള്ള ഒരു വ്യത്യാസവും ഒരു ശത്രുത അവർ ഇന്നുവരെ കാണിച്ചിട്ടില്ലെന്നും അമീർ എന്ന മുസ്ലിം മൊഴി കൊടുത്തു. ഈ മൊഴി ഏഷ്യാനെറ്റ് കാണിക്കില്ല, മനോരമ കാണിക്കില്ല. ബിക്കോസ് ദിസ് ഗോസ് അഗൻസ്റ്റ് ദെയർ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ഇത് അന്ന് പുറത്തു വന്നില്ല. ഇതൊക്കെ വിചാരണയുടെ സമയത്ത് നടന്നതാണ്. വിചാരണ സമയത്ത് ഏഷ്യാനെറ്റ് കൊടുക്കേണ്ട, മനോരമ കൊടുക്കേണ്ട ഫ്ലാഷ് എന്തായിരുന്നു? അമീർ എന്ന മുസ്ലിമിൻ്റെ മൊഴി
ഇവർക്ക് തന്നോട് യാതൊരു ശത്രുതയും ഇല്ലായിരുന്നു എന്ന് അമീർ. അല്ല, അമീറിൻ്റെ മുമ്പിൽ വടിയുമായിട്ട് ചെല്ലണം. അമീർ നേരെ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വന്നേനെ. ആഘോഷിക്കാൻ അങ്ങനെ തിരിച്ചു പറഞ്ഞ ആൾക്കാരും ഉണ്ട്, തിരിച്ചു പറഞ്ഞ് പൊളിഞ്ഞു പോയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട സംഗതിയായി. ഇനി PW81 അദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ട്. 81ാം സാക്ഷി, പ്രോസിക്യൂഷൻ സാക്ഷി അജിത് കുമാർ കെ. അജിത് കുമാർ കൂറുമാർ. ഈ കൂറുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് മുമ്പിൽ കൊടുത്ത മൊഴിക്ക് വിരുദ്ധമായിട്ടോ വ്യത്യസ്തമായിട്ടോ മൊഴി കൊടുക്കുക, അതാണ് കൂറുമാറ്റം. ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്ത ആളിനെ ചതിച്ചു എന്നുള്ള മട്ടിലാണ്. ഇയാളെ ചതിച്ച് അപ്പുറത്തേക്ക് പോയി. അങ്ങനെയല്ല. നിങ്ങളെ പ്രോസിക്യൂഷൻ അവരുടെ കേസിന് സഹായിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ സാക്ഷിയാക്കുന്നു. സാക്ഷിയാക്കിയിട്ട് നിങ്ങളോട് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് പ്രോസിക്യൂഷന് എതിരായിട്ട് വരുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ എണീറ്റ് പറയും, ഹി മേ ബി ഡിക്ലെയർഡ് ഹോസ്റ്റൈൽ, വി ആർ നോട്ട് ഗോയിങ് ടു ഫർദർ യൂസ് ഹിം. ഡിഫൻസുകാർ ഇത് തന്നെ തക്കം എന്ന് കണ്ടിട്ട് ഇയാളെ യൂസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ കേസിൽ അങ്ങനെ സംഭവിച്ചു. ഈ അജേഷിൻ്റെ വയസ്സായ അമ്മയുണ്ട്. ഈ അമ്മയെ പ്രോസിക്യൂഷൻ സാക്ഷിയാക്കി അമ്മ കോടതി കൂട്ടിൽ കയറ്റി മകൻ്റെ ഇത് ചോദിച്ചു, മൊബൈൽ നമ്പർ ചോദിച്ചു. അപ്പോൾ ഈ മൊബൈൽ നമ്പർ ഏത് അമ്മയ്ക്കാണ് കാണാതറിയാവുന്ന 10 ഡിജിറ്റ്, ഇതാണോ നമ്പർ എന്ന് ചോദിച്ചു. അതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അവരാകെ കൂടെ പരിഭ്രമിച്ചു. അവരോട് ചോദിച്ചു, 20-ാം തീയതി മകൻ എപ്പോഴാണ് വീട്ടിൽ വന്നത്? അവർ പറഞ്ഞു, അവൻ വന്നപ്പോൾ ഒരു 11:30 മണിയായി. അപ്പോൾ അതുവരെ എന്ത് ചെയ്തു? 9 മണിക്ക് ഞാൻ അവനെ ഊണ് കഴിക്കാൻ വിളിച്ചു. 11:30 വന്നവന് 9:30 ഊണ് കഴിക്കാൻ വിളിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവന് ഉറങ്ങുമായിരുന്നു. അല്ല, അപ്പം വന്നതെപ്പോഴാണ്? അത് 11 മണിക്ക്. അപ്പോൾ പ്രോസിക്യൂഷനും ഡിഫൻസും ജഡ്ജും പറഞ്ഞു, ഇനി ആ അമ്മയെ കൂടുതൽ ഉപദ്രവിക്കേണ്ട, വിട്ടേക്ക്. ഇത് അബ്സല്യൂട്ട്ലി അൺറിലയബിളായിട്ട് സംസാരിക്കുന്നു. 11:30 വന്ന ആളിന് 9:30 ഊണ് കഴിക്കാൻ വിളിച്ചു. അയാൾ ഉറങ്ങുമായിരുന്നു. പിന്നെ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ 11 വന്നു എന്ന് പറയുന്നു. കൺഫ്യൂസ്ഡാണ്. ഈ കോടതിയിൽ കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ അന്തരീക്ഷം കണ്ടു കഴിയുമ്പോൾ പരിഭ്രമിച്ചു പോകും. പക്ഷേ ജഡ്ജി പിന്നീട് കമൻ്റ് അടിക്കുന്നുണ്ട്, ഈ അജേഷ് RSSകാരനാണോ എന്നറിയാൻ ഏറ്റവും നല്ല മാർഗം ആ അമ്മയോട് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അത് ചോദിച്ചിട്ടില്ല. ദിസ് കോർട്ട് വാസ് സർപ്രൈസ്ഡ് ടു നോട്ട് ദാറ്റ് പ്രോസിക്യൂഷൻ നെവർ ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ടു ദാറ്റ് അമ്മ. മകൻ RSS ആണോ, RSSുമായിട്ട് ബന്ധം അവർക്ക് തുടക്കത്തിൽ ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നില്ല. ഉണ്ട് എന്ന് അമ്മ പറഞ്ഞാൽ, അല്ല പോയിൻ്റൊക്കെ ഉണ്ട്, പക്ഷെ അത് ചോദിക്കാൻ തോന്നുന്നില്ല. അതോ ചോദിക്കുന്ന സംതിങ് ഈസ് റോങ്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, നിങ്ങൾക്ക് ഇയാൾ RSS ആണെങ്കിൽ RSS ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അമ്മ പറയുകയാണ്, എൻ്റെ മകന് RSSുമായിട്ട് ബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ ബോംബാണ്. അതുകൊണ്ട് ഒഴിവാക്കി. കാരണം ഒരു മകൻ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന്, കല്യാണം കഴിക്കാത്ത ഒരു മകന് പൊളിറ്റിക്കൽ അഫിലിയേഷൻ, ഇതുപോലെ സംഘടനയിലേക്ക് അഫിലിയേഷൻ ഉണ്ടെങ്കിൽ അമ്മയ്ക്കറിയാം. കഞ്ചാവ് പിടിക്കുകയോ വെച്ച് കഴിഞ്ഞാൽ അമ്മ പോലും അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. മറ്റത് അമ്മ അറിഞ്ഞാൽ എന്താ, അമ്മ ഞാൻ ശാഖയിൽ പോവുകയാണെന്നൊക്കെ, എനിക്ക് നാളെ ബൈഠക്കുണ്ടെന്നൊക്കെ പറഞ്ഞാണ് RSSകാർ മസിൽ പഠിപ്പിക്കുന്ന അമ്മമാരുടെ അടുത്ത്. ഓ അവൻ ബൈഠക്കാണോ, എന്നാൽ വേഗം പൊക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം അമ്മമാർ കിളി പോലെ പറയും, ചോദിച്ചില്ല. കാരണം ചോദിച്ചാൽ ചിലപ്പോൾ തിരിഞ്ഞു പറഞ്ഞെങ്കിലോ. അങ്ങനെ തിരിച്ച് പറഞ്ഞവരുമുണ്ട്. അജിത് കുമാർ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഹോസ്റ്റൈലായി. പ്രോസിക്യൂഷൻ പറഞ്ഞു, അങ്ങനെ ഹോസ്റ്റൈലാക്കണം, പക്ഷേ ഇവരെ RSS ആണ് എന്ന് പറഞ്ഞ മൊഴി എടുക്കുകയും വേണം. അങ്ങനെ എടുക്കാം, ഭാഗികമായിട്ട് എടുക്കാൻ നീക്കുക. ആൾ ഹോസ്റ്റൈലാണെങ്കിലും കുറച്ച് കാര്യം പറഞ്ഞതാണല്ലോ, പറഞ്ഞതിൽ പരസ്പര വൈരുദ്ധ്യം അത് ഇതൊക്കെ വന്നെങ്കിലും ചില കാര്യങ്ങൾ റിലയബിളായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് എടുക്കാം. അങ്ങനെയാണ് സുപ്രീം കോടതിയൊക്കെ സെറ്റിൽ ചെയ്യുന്നത്. ദ പോയിന്റ് ഹൈലൈറ്റഡ് ബൈ ദ ലേണഡ് പ്രോസിക്യൂട്ടർ ഈസ് ദ ആൻസർ ഗിവൺ ബൈ PW81 ഇൻ പേജ് 2. ഈ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഈ അജിത് കുമാർ, 81ാം സാക്ഷി അജിത് കുമാർ പറഞ്ഞിരുന്നു, അജീഷിനെയും നിതിനെയും അഖിലിനെയും എനിക്ക് പരിചയമുണ്ട്, അവർ RSS പ്രവർത്തകരാണ് എന്ന് പോലീസിനോട് പറഞ്ഞു എന്ന് പോലീസ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് 161 നമ്പർ മൊഴി, CRPC 161 അനുസരിച്ചുള്ള മൊഴി. ആ മൊഴിയിൽ ഒപ്പം ഇതൊന്നും ഉണ്ടാവില്ല. പോലീസ് എഴുതുന്നതാണ്. കൊടുത്തതാവാൻ കൊടുക്കാത്തത്. അതാണ് ഞാൻ ഈ പലപ്പോഴും ആൾക്കാരോട് പറയുന്നത്, പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വിലയുമില്ല അതിന്. പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കാണും, അല്ലെ പറഞ്ഞില്ലെങ്കിൽ കാണും,
കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു വിലയില്ല. കോടതിയിൽ കൊടുക്കുന്ന മൊഴിയാണ് തെളിവാകുന്നത്. കോടതിയിൽ ഇയാൾ പറഞ്ഞത് എന്താണ്? പ്രതികൾ 3 പേരും എൻ്റെ കൂടെ RSSൽ പ്രവർത്തിക്കുന്നവരാണെന്നും എൻ്റെ ഉറ്റ ചങ്ങാതികളാണെന്നും പറഞ്ഞാൽ ശരിയല്ല. അജേഷ് RSSകാരനല്ല, അവരുടെ വീട്ടുകാർ CPIMകാരാണ്. അജേഷിൻ്റെ വീട്ടുകാർ CPIMകാരാണ്. അയാൾ RSS ആണെന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം ഈ വക്കീലിൻ്റെ പ്രോസിക്യൂട്ടറുടെ ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രതികൾ 3 പേരും നിങ്ങളുടെ ഉറ്റ ചങ്ങാതികളാണെന്നും അവർ RSSൽ പ്രവർത്തിക്കുന്നവരാണെന്നും ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല എന്നാണ് ഇയാളുടെ ഉത്തരം. അജേഷ് RSSകാരനല്ല, അവരുടെ വീട്ടുകാർ CPIMകാരാണ്. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ RSSകാരാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും സാക്ഷികളായിട്ട് ചേർത്തു. പക്ഷേ അതിൽ സത്യസന്ധനായ ഒരു മുസ്ലിം സത്യം വിളിച്ച് പറഞ്ഞു, എന്നോട് അവർക്ക് യാതൊരു ദേഷ്യമില്ല, ഒന്നുമില്ല, ഞാനും അവർ ക്രിക്കറ്റ് കളിക്കുന്നവരാണെന്ന് പറഞ്ഞു. CPMകാരൻ പോലും ഉണ്ടല്ലോ. അവസാനം വന്നു കഴിയുമ്പോൾ സത്യം അവൻ്റെ വീട്ടുകാരൊക്കെ CPMകാരാണ് എന്ന് പറഞ്ഞു. ഇത്ര സെൻസിറ്റീവ് കേസിൽ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ പോലീസിനുണ്ടാവുന്ന, അതും പിണറായി വിജയനാണ് ഭരിക്കുന്നത്, എൻ്റെ നാട്ടിലോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് ചുമ്മാ 3 പേരെ പിടിച്ചുകൊണ്ട് പോയി, ചുമ്മാ പിടിച്ചുകൊണ്ട് പോയതാണ്. ഒരു ബന്ധവും സംഗതിയില്ല. ഇതിലൊരുത്തൻ HDFCയിൽ ജോലിയുള്ളവന്, അവൻ്റെ ജോലി ടെർമിനേറ്റ് ചെയ്തവന് 7 കൊല്ലം ജയിലിലും കിടന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, കൊലച്ചതിയാണ് നടന്നത്. ഒരു കേസ് ഞങ്ങൾ പിടിച്ചു വരുത്താനായിട്ട് കേരള പോലീസ് നടത്തിയ കൊലച്ചതിയാണ്. ആരും CBI അന്വേഷണം നടത്തിയില്ല, ഒന്നുമില്ല. കാരണം ഈ 3 പിള്ളേരും ആർക്കും വേണമെങ്കിൽ തന്നെ അത് CPMൻ്റെ വേണ്ടത്. അതെ അതെ, അജേഷിൻ്റെ വീട്ടുകാർ CPM ആണെന്നാണ് CPMകാരൻ തന്നെ പറയുന്നത്. ഇങ്ങനെ ഈ കേസ് RSS എന്നുള്ള സംഭവം ഫ്ലാറ്റായി. RSSന് ആയിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് കഴിഞ്ഞു. ഈ കുത്തിയ കത്തിയുണ്ടല്ലോ, കത്തി എടുത്തിട്ട് ഇവർ പരിശോധിച്ചു, ബ്ലഡ് പരിശോധിച്ചു, DNA ടെസ്റ്റിന് അയച്ചു. അപ്പോൾ റിയാസ് മൗലവിയുടെ ബ്ലഡ് അതിലുണ്ട്. റിയാസ് മൗലവിയും അജേഷും തമ്മിൽ ഉരുട്ടിപ്പിടുത്തം നടന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ റിയാസ് മൗലവിയുടെ ബ്ലഡ് അജേഷിൻ്റെ മുണ്ടിലും ഉണ്ടാവണമല്ല, ഇല്ല. അജേഷിൻ്റെ മുണ്ടിൽ ബ്ലഡ് ഉണ്ടോ, അതിൽ റിയാസിൻ്റെ DNA ഉണ്ടോ, ഇങ്ങനെ ഒരു ടെസ്റ്റേ നടന്നിട്ടില്ല. റിയാസിൻ്റെ ചോര എവിടെയൊക്കെ ഉണ്ടെന്ന് ഇവർ അന്വേഷിച്ചിട്ടുണ്ട്. അജേഷിൻ്റെ ചോര എവിടെയെന്ന് അന്വേഷണമില്ല. കോടതി അത്ഭുതത്തോടെ പറയുന്നു, നിങ്ങൾ ഈ മരിച്ചയാളിൻ്റെ DNA ടെസ്റ്റും അതും ഇതുമൊക്കെ നടത്തുന്നു, കൊന്നയാളിൻ്റെ DNA ടെസ്റ്റോ സംഗതിയോ നടത്താത്തത് എന്താ? നടത്തിയാലൊന്നും കിട്ടില്ല. നടത്തിയാൽ ഇപ്പോൾ അപ്പീൽ പോലും പോകാൻ പറ്റില്ല ഇവർക്ക്. ഇപ്പോൾ ഈ കേസ് വെച്ച് തട്ടിക്കൂട്ടി ഒരു അപ്പീൽ കൊടുക്കാം, എന്നാലും അപ്പീലിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബേസിസ് ഇല്ല ഇവരുടെ ആർഗ്യുമെൻറ്റ്. വേണ്ടാത്ത ആർഗ്യുമെൻറ്റാണ് കൊണ്ടുവന്നു. ഇവർ RSSകാരാണ്, RSSകാർക്ക് മുസ്ലിം വിരോധമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അവൻ RSS ആണോ CPM ആണോ എന്നല്ല, കൊലപാതകം നടന്നോ എന്ന് വേണ്ടേ ആദ്യം നോക്കാൻ. അത് നോക്കാതെ ഇവരിതിൻ്റെ രാഷ്ട്രീയം നോക്കി. കാരണം TV ചർച്ചയിൽ ജയിക്കാം, നരേറ്റീവ് സെറ്റ് ചെയ്യാം. ഇപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഈവൻ ആഫ്റ്റർ ദ ജഡ്ജ്മെൻറ്റ്. ഐ ചലഞ്ച് ഓൾ ദീസ് TV ഗൈഡ്സ്, റീഡ് ദിസ് 170-പേജ് ഡോക്യുമെൻ്റ്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങൾ വായിക്കുക. നിങ്ങളെ വ്യാഖ്യാനമൊന്നും വേണ്ട, നിങ്ങൾ വായിച്ചാൽ ജനങ്ങൾക്ക് സത്യം മനസ്സിലാവും. അതല്ലെങ്കിൽ നിങ്ങളിപ്പോഴും കള്ളപ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അതാണ് ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, മീഡിയ വൺ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് നീതി കിട്ടില്ല. കാരണം നിങ്ങൾക്ക് നീതി ആയിരുന്നില്ല ആവശ്യം, നിങ്ങൾക്ക് RSSനെ ചീത്തയാക്കുകയായിരുന്നു ആവശ്യം. റിയാസ് മൗലവി ചത്തുപോയെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണ്ടു ടു വിലിഫൈ RSS ആൻഡ് യു ഗോട്ട് ഇറ്റ് ബാക്ക് ഫ്രം ദ കോർട്ട്. നിങ്ങൾ എന്തിനാണ് ചാർജ് അമെൻഡ് ചെയ്തത്? RSSനെ നാറ്റിക്കാൻ. ഒടുവിൽ ആര് നാറി? നിങ്ങൾ നാറി. ഇപ്പോഴും നിങ്ങൾ ഇത് വെച്ചിട്ട് തോറ്റ കേസും വെച്ചിട്ട് RSSനെ ചീത്തയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ഹിന്ദുക്കളെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഇവരെന്താ ചെയ്തെന്നറിയാമോ? ഈ കത്തി, മുണ്ട്, സംഗതി എല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് കൂടയിലിട്ടിട്ട് മെറ്റീരിയൽ ഒബ്ജക്റ്റ് എല്ലാം കൂടെ കൂട്ടിക്കെട്ടി വെച്ചു. എന്നിട്ട് ഇവർ പറഞ്ഞു, ഈ കത്തിയിൽ റിയാസ് മൗലവിയുടെ ലുങ്കിയുടെ ഫൈബറുണ്ട്, നാരുകൾ കത്തിയിൽ. ഈ കത്തി കൊണ്ട് കുത്തിയ
അതേ മുറിവുകൾ ലുങ്കിയിലുമുണ്ട്, അതേ വീതിയിലുള്ള മുറിവുകളും സംഗതിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുത്തിക്കൊന്നത് തന്നെയാണ്. കുത്തിയത് മുഴുവനും ഇവിടെ ഈ 2 തോളിൻ്റെയും ഇവിടെ നിന്നാണ് കുത്തിങ്ങനെ അകത്തേക്കാണ് പോയിരിക്കുന്നത്. പോയതിൽ ഒരെണ്ണം റൈറ്റ് ലങ്സ് അതിൻ്റെ കണക്ഷൻ ഉണ്ടല്ലോ ഇവിടെ, വിൻ പൈപ്പുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് കട്ടായി. താഴെ വയറ്റത്തൊരു കുത്തി. മൂന്നെണ്ണമാണ് ഫെയ്റ്റൽ കുത്ത് 19 മറ്റോ കുത്തിയെങ്കിലും 3 എണ്ണമാണ് മരണകാരണം ആയേക്കാവുന്ന കുത്ത്. ഒരെണ്ണം വയറ്റത്ത് കുത്തി, അത് കിഡ്നിയിലേക്ക് കയറി. അങ്ങനെ ഒരു സീരിയസ് മുറിവ്. വാസ്തവത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ എഴുതിയിരിക്കുന്നത് റിയാസ് മൗലവി ചോര വാർന്ന് മരിക്കുകയായിരുന്നു. കാരണം ഈ ഡോക്ടറെ വിസ്തരിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു ഇത് മരണകാരണം ആയേക്കാവുന്ന മുറിവുകളാണ്. അതിനർത്ഥം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കിയിരുന്നെങ്കിൽ ഇയാൾ രക്ഷപ്പെടുമായിരുന്നു. കുറേ ദിവസം ICUവിലൊക്കെ കിടന്നിട്ട് രക്ഷപ്പെടുമായിരുന്നു. ബട്ട് നോബഡി കെയർഡ് ഫോർ ഹിം. ചോര വാർന്നാണ് മരണം. ഈ അവസ്ഥയിൽ മൗലവിയെ നോക്കാതെ എല്ലാവരും പള്ളി ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് ഈ ഖത്തീബിൻ്റെ ബഹളം. പള്ളി ആക്രമിച്ചു, അപ്പോൾ പള്ളിക്ക് സംരക്ഷണം എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റിലാണ് കാണുന്നത് ഇയാളിങ്ങനെ കിടക്കും. പിന്നെ ആംബുലൻസ് കൊണ്ടുവന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പുതിയൊരു മുണ്ടിട്ട് മറച്ച് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു 10 മിനിറ്റ് മുമ്പ് മരിച്ചിട്ടുണ്ടെന്ന്. ഇത് നേരത്തെ കൊണ്ടുവരുന്നെങ്കിലോ രക്ഷപ്പെടുമായിരുന്നു. അത് ഡോക്ടറുടെ മൊഴിയിൽ വ്യക്തമാണ്. ഡോക്ടർ പറഞ്ഞു ഇത് മാരകമായേക്കാവുന്ന മുറിവുകൾ 3 എണ്ണമാണ്. 8, 9, 12 ഇങ്ങനെ 3 മുറിവുകൾ പുള്ളി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 2, വലിയ തെളിവായിട്ട് ഇവർ ലുങ്കി ഹാജരാക്കി. ലുങ്കിയിൽ കത്തിയുടെ മുറിവുണ്ട്. ജഡ്ജി ചോദിച്ചു, ഈ ലുങ്കിയെ സാധാരണ കേരളത്തിൽ അരയ്ക്ക് താഴെയല്ലേ ലുങ്കി കൊടുക്കുന്നത്, കുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ നെഞ്ചത്ത് അവിടെ കക്ഷത്തിന് ഇതിലൂടെയാണ് 2 പ്രധാനപ്പെട്ട കുത്തു പോയിരിക്കും, ഒരെണ്ണം വയറ്റത്ത്. അപ്പോൾ ഈ ലുങ്കിയിൽ മുറിവ് വന്നത് എങ്ങനെ? മാത്രമല്ല ആദ്യം മഹസർ എഴുതിയ ആൾ ലുങ്കിയുടെ നീളം വീതി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിയാസ് മൗലവി കൊടുത്ത ലുങ്കി. ഇതിൽ മുറിവൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിറ്റേ ദിവസം DYSP വന്നിട്ടാണ് വീണ്ടും ഇത് തുറന്ന് ഇതിൽ മുറിവുണ്ടെന്ന് രേഖപ്പെടുത്തും. മനസ്സിലായി. അത് 2 മഹസർ പ്രത്യേകം തന്നെയുണ്ട്. ഇപ്പോൾ DYSP അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അയാൾ പൊട്ടനാണ്, അയാൾ അത് കംപ്ലീറ്റ് ചെയ്തില്ല, ഞാനത് ചെയ്തു. അപ്പോൾ ജഡ്ജി പറഞ്ഞു അല്ല അതും ശരിയാണ്, അയാൾ വിട്ടുപോയ കാര്യം നിങ്ങൾ ചെയ്തു. പക്ഷേ ലുങ്കിയിൽ മുറിവ് വന്നത് എങ്ങനെ, എന്താ കാര്യം? ഇയാളുടെ കാലിൽ യാതൊരു മുറിവുമില്ല, അരയ്ക്ക് താഴേക്ക് ഒരു മുറിവുമില്ല, അരയ്ക്ക് മുകളിലേക്കാണ് മുറിവ് മുഴുവൻ. പിന്നെ അങ്ങനെ ലുങ്കി വരും. ഇത് മാത്രമല്ല, ഇദ്ദേഹം കോടതി പല സാക്ഷികളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാണുമ്പോൾ മൃതദേഹം മടക്കി കുത്തിയ ഈ കയറ്റി ഇങ്ങനെ മടക്കി കുത്തുമല്ലോ നമ്മൾ തോട് നീന്താൻ, ഇനി അങ്ങനെ വല്ല മടക്കി കുത്തിക്കൊണ്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഇയാൾ വന്നപ്പോൾ ഉരുട്ടിപ്പിടുത്തത്തിനിടയ്ക്ക് മുണ്ടിങ്ങനെ കയറ്റി മടക്കി കുത്തും അങ്ങനെ വല്ലതും ചെയ്തു? ഇല്ല, ഞങ്ങൾ വന്നപ്പോൾ സാധാരണ പോലെ ഉടുത്താണ് കിടന്നത്, ഞങ്ങൾ കാണുന്നു. പ്രോസിക്യൂഷൻ പറഞ്ഞെന്താണെന്നറിയാമോ? അവിടെ സീലിംഗ് ഫാൻ ഉണ്ടായിരുന്നു. ആ സീലിംഗ് ഫാനിൽ ഈ ലുങ്കി പറന്നിട്ട് നെഞ്ചത്തേക്ക് വീഴുകയും അതിൽ കൂടെ ഇയാളെ കുത്തുകയും. അത്ര വലിയ കാറ്റ്. നിങ്ങൾ ഹാജരാക്കിയത് എന്തിനാണ്? ഈ ലുങ്കി ഹാജരാക്കിയത് എന്തിനാണ്? കുത്തിയത് ആരാണെന്ന് കൃത്യമായിട്ട് പറയാതെ കുത്തുകൊണ്ട ലുങ്കി എന്നൊക്കെ പറഞ്ഞ് ഹാജരാക്കുന്നതിന്. 2 ജോഡി ചെരുപ്പ് ഇവർ അജേഷിനെ കൊണ്ട് തിരഞ്ഞു, എവിടെ പറമ്പിൽ കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെരുപ്പ് ഹാജരാക്കി. ജഡ്ജി പിന്നെയും ചോദിക്കും, ചെരുപ്പിൻ്റെ അർത്ഥം എന്താ? ശരി, നിങ്ങൾ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ചെരുപ്പിൽ എന്താ ഉള്ളത്? ചെരുപ്പിൽ ചോരക്കറയുണ്ടോ? അതോ ഒരു ചെരുപ്പ് ഇവിടെയും വേറൊരു ചെരുപ്പ് പള്ളിക്കുള്ളിൽ കിടക്കുന്നു അജേഷിൻ്റെ, മറ്റേ ചെരുപ്പ് വേറൊരു പറമ്പിൽ കൊണ്ടുപോയി ഇട്ടു. അങ്ങനെയാണെങ്കിൽ കൊലപാതകം. അല്ലാതെ അജേഷിൻ്റെ 2 ചെരുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഇത്? വലിയ ശങ്കരാചാര്യരുടെ പാതകമാണ്. ഇത് കോടതിയിൽ ഹാജരാക്കിയത് എന്തിനാ? ബട്ട് ഹാജരാക്കി. ഇതാണ് ഇവർ ടി വിയിലൊക്കെ പറയുന്നത്, എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടും. ഹാജരാക്കിയ തെളിവ് ഇങ്ങനെയൊക്കെയാണ്. ചെരുപ്പ്, വീണ് കിടക്കുന്ന തേങ്ങ, അടയ്ക്ക, അജേഷിൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയ തേങ്ങയാണ്. അതെ, തേങ്ങ. ഇത് എന്ത് തേങ്ങയാണോ? ഇതൊക്കെയാണ് തെളിവ്. ബിക്കോസ് ദേ വെർ ടു ഇന്നസെൻ്റ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പ്രോസിക്യൂഷന്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷനെതിരെ ഈ 3 പേർക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. ഐ വിൽ ടെൽ യു ദർ ഈസ് പ്രൊവിഷൻ ഇൻ CRPC. നിങ്ങളുടെ പേരിലൊരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടാനായിട്ട് ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അതിവർ കൊടുക്കണമെന്നുള്ള മാത്രമല്ല, ഇതിലൊരാളുടെ ജോലി HDFC ബാങ്കിലെ ജോലിക്കാരൻ, ആ ചെറുക്കൻ്റെ ജോലി, അവൻ്റെ സ്ഥിതി എന്താ ഇപ്പോൾ? അവനെ ടെർമിനേറ്റ് ചെയ്തു കേസ് വന്നപ്പോൾ. ദിസ് വാസ് ദ ഹൊറൻഡസ് തിങ് ദേ ഡിഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ജഡ്ജി പറയും നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ലുങ്കിയുടെ കാര്യം ഫൈനലി പുള്ളി പറയുകയാണ്, ദ നോട്ടബിൾ ഫാക്ട് ഈസ് ദാറ്റ് ഇൻ കേരള ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് എ ലുങ്കി ഈസ് ടു കവർ ബിലോ ദ ഏരിയ ഓഫ് വേസ്റ്റ് ഓഫ് എ പേഴ്സൺ. അരയ്ക്ക് താഴെ മറയ്ക്കാനാണ് കേരളത്തിൽ ലുങ്കി ഉപയോഗിക്കാറുള്ളത്. സോ ഓൾസോ ദ ക്ലെയിം ഓഫ് ദ പ്രോസിക്യൂഷൻ ദാറ്റ് ദ സെവറൻസ് ഇൻ ലുങ്കി, സെവറൻസ് എന്ന് പറഞ്ഞാൽ കീറൽ, ഈസ് റിമെയിൻഡ് ഇൻ ഡൗട്ട്. This is another reason to doubt the allegation against the accused. So, MO18, അതായത് കത്തി, cannot be treated as the weapon used by Ajesh to inflict injuries on the victim. കാരണം ഈ കത്തി കൊണ്ട് ലുങ്കിയിൽ മുറിവുണ്ടാക്കി എന്നുള്ളതല്ലാതെ കത്തി കൊണ്ട് ശരീരത്തിൽ മുറിവുണ്ടാക്കി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ലുങ്കി മുറിഞ്ഞു. വാട്ട് എ ക്രിമിനൽ കേസ്, വാട്ട് എ ജോക്ക്. ഇപ്പോൾ ഇത് പറയുന്നുണ്ടല്ലോ പ്രോസിക്യൂഷൻ്റെ വീഴ്ച, പ്രോസിക്യൂഷൻ വീണു, പോലീസ് അന്വേഷണം ശരിയല്ല. ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ദ ഫെയിലിയർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ടു കണ്ടക്ട് DNA ടെസ്റ്റ് ഫോർ MO8, MO9 ആൻഡ് MO18 എന്ന് വെച്ചാൽ ഈ കുത്തിയ കത്തി, ഇവരുപയോഗിച്ച ബൈക്ക്, ഇതുപോലത്തെ മെറ്റീരിയൽ ഒബ്ജക്റ്റാണ്. With the blood sample of Ajesh to ascertain that this material are used by him is also a doubtful factor to disbelieve prosecution allegations. പ്രോസിക്യൂഷൻ്റെ സ്റ്റോറി വിശ്വസിക്കാൻ പ്രയാസമാകുന്നത് ഈ സാധനത്തിനൊന്നും DNA ടെസ്റ്റ് നടത്തിയില്ല, അജേഷിൻ്റെ ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കിയില്ല. ഇതാണ് പ്രോസിക്യൂഷൻ്റെ ഗുരുതരമായ വീഴ്ച എന്നിവർ പറയുന്നത്. ഇത് നോക്കാഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് നോക്കിയാൽ അജേഷുമായിട്ടൊരു ബന്ധമില്ല എന്ന് തെളിയും. അല്ല ടി ജി, പിന്നെ കോടതിയിലും ഇന്നലെ ഈ പ്രോസിക്യൂട്ടർ ഒരു ചാനലിൽ പറയുന്നത് കേട്ടോ, അങ്ങനെ ഒരു നടപടിക്രമം ഇല്ല, പ്രതിയുടെ DNA ടെസ്റ്റ് നടത്താറില്ല എന്ന് ആ പ്രോസിക്യൂട്ടർ പറയുന്നത് കേട്ടോ. ഷുക്കൂർ അല്ലേ? ഷുക്കൂർ വക്കീലല്ലേ? അങ്ങനെ ആയിരുന്നില്ല പ്രോസിക്യൂട്ടർ. അല്ല, ഷുക്കൂർ അല്ല, അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ ചെറുപ്പക്കാരനായ ഒരു വക്കീൽ. ഞാൻ പറയാമല്ലോ പ്രോസിക്യൂട്ടർ ആരാണെന്ന്. റെപ്രസെൻറ്റഡ് ബൈ T. ഷജിത്ത്, സജിത്താവാം, ഷജിത്ത്, അത് തന്നെ, ഷജിത്ത്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അദ്ദേഹം ഇന്നലെ പറയുന്നത് കേട്ടു, ഈ പ്രതികളുടെ DNA പരിശോധന നടത്തുന്ന ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ, ഷാജഹാനോട്, ഏഷ്യാനെറ്റിലെ. അത് ഈ നിങ്ങൾക്ക് എന്തും ചാനലിൽ വാദിച്ച് നേടാം. ഇത് ഇപ്പോൾ ഇതേ മറുപടി പറയാൻ ഞാനിരിക്കുന്നു വെച്ചോ, ഞാൻ പറയും എവിഡൻസ് ആക്ട് സെക്ഷൻ 75 അനുസരിച്ച് ഈ DNA ടെസ്റ്റ് നടത്താം. അത് രാമറാവ് ബഹദൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നാക്കിറങ്ങിപ്പോകും ആ വക്കീലിൻ്റെ. വെറുതെ ഒരു ഗുണ്ടടിച്ചാൽ നാക്കിറങ്ങിപ്പോകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അബ്ജോദും വരണ്ടു പോകും. ഇത് ഈ വക്കീലന്മാർ കളിക്കുന്ന കളിയാണ്. ഞാനത് ചെയ്യാറില്ല. ഐ നെവർ. ഇവർ ഈ കേസ് ജയിക്കാൻ ഞാനിത് കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഗവർണറുടെ ചർച്ച വരുമ്പോഴൊക്കെയാണല്ലോ ഷംഷേർ സിംഗ് കേസ് എന്ന് പറയുന്നൊരു കേസുണ്ട്, ഗവർണറെ സംബന്ധിച്ച കേസാണ്. പക്ഷേ ഇയാൾ ഈ പറയുന്ന കാര്യമൊന്നും അതിലില്ല. ഒരു സൈറ്റേഷൻ അങ്ങ് പറഞ്ഞിട്ട് ആൾക്കാരെ വരട്ടുകയാണ്. ഇത് ഇതിലില്ല എന്ന് വെച്ചോ, ഈ പറഞ്ഞ ജൂറിസ്പ്രൂഡൻസിൽ പ്രതികളുടെ DNA ടെസ്റ്റ് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ പ്രോസിക്യൂട്ടർ അത് കോടതിയിൽ ഉന്നയിച്ചില്ല? കോടതി റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്തില്ല. ആൻഡ് കോടതി റെക്കോർഡ് ചെയ്യുന്നു, the silence of the prosecution is somewhere it is written. അത്ഭുതകരമായ സൈലൻസാണ് പ്രോസിക്യൂഷൻ പാലിക്കുന്നത് പല ചോദ്യങ്ങൾക്കും. അപ്പോൾ ഈ ഫെയിലിയറാണ് എടുത്ത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾറെഡി ഫൗണ്ട് ഇൻ ദ above paragraph that MO8 is an old dhoti and therefore there is possibility of remaining human fluid and body discharge of the person who used it. ഈ അജേഷ് ഉടുത്തിരുന്ന മുണ്ട് നിങ്ങൾ പരിശോധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചോരയോ മറ്റ് സ്രവം കുത്തുകൊണ്ട് ചിലപ്പോൾ മൂത്രം പോകും, മലം പോകും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. പരമ ദയനീയമാണ്
നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കുത്തുകൊണ്ട് ചാകുക നിസ്സാര സംഗതിയല്ല. ചോര വാർന്ന് ആരും നോക്കാനില്ലാതെ വൈൽ ദ മോബ് വാസ് ദെയർ ജസ്റ്റ് ഔട്ട്സൈഡ് ഹിസ് റൂം, എല്ലാവരും ബോലോ തക്ബീർ അല്ലാഹു അക്ബർ, അകത്താളും മരിക്കുന്നത് അറിയുന്നില്ല, നോക്കുന്നില്ല. ഈ റിലീജിയസ് ഫ്രൻസി കയറുമ്പോഴുണ്ടല്ലോ സംഭവിക്കുന്ന ഇതാണ്. അപ്പോൾ ഉടനെ എല്ലാവരും കൂടെ RSSനെ ഈ കേസ് വെച്ച് തകർക്കണം, ഇതാണ് ആവശ്യം. തകർന്നില്ല, RSS തകർന്നില്ല മാത്രമല്ല ഒരു പോറൽ പോലും പോട്ടെ. DNA ടെസ്റ്റ് മണ്ണാങ്കട്ടയോ ഒന്നും വേണ്ട. ഈ കോൺക്രീറ്റ് കട്ടയുണ്ടല്ലോ, എറിഞ്ഞു എന്ന് പറഞ്ഞ കട്ട, അത് കോടതി ചോദിക്കുന്നുണ്ട്, അതിൽ വിരലടയാളം ഉണ്ടോ? ഇവർ പറഞ്ഞു അല്ല, അത് ഒരു ചെറിയ കട്ടയായിരുന്നു, അതിങ്ങനെ വിരലടയാളം കിട്ടാനും മാത്രമൊന്നുമില്ല, അത് ചെറിയ കട്ടയായിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞു അത് പൊട്ടിത്തെറിച്ച് കഷ്ടമായി തെറിച്ചു എന്നൊക്കെ പറഞ്ഞാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അല്ല, അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് ചെറുതായതാണ്, അപ്പോൾ എറിയുമ്പോൾ വലുതായി. ശരി, എന്തുമായിക്കോട്ടെ, നിങ്ങളിതൊരു വിരലടയാള വിദഗ്ധന് കൊടുത്തോ? അയാൾ പറയുകയാണ് ഇതിൽ നിന്ന് വിരലടയാളം എടുക്കാൻ പറ്റില്ല, ഒന്നുമില്ല, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ശരി. അതേസമയം DNA ടെസ്റ്റിൽ 10-17 ടെസ്റ്റ് നടത്തിയിട്ട് 2 ടെസ്റ്റിൽ DNA ടെസ്റ്റ് നടത്തിയ ലാബിലെ ആ സ്ത്രീ വന്ന് പറയുന്നുണ്ട്, അവരെ വിസ്തരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു ഇതിനകത്തെ 2 സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനും മാത്രമില്ലായിരുന്നു. ടെസ്റ്റ് ചെയ്യാനൊരു ഇത് വേണ്ടേ, ഒരു സാമ്പിൾ എടുക്കണ്ടേ, അതിനുള്ള സാമ്പിളില്ല. അതുകൊണ്ട് 2 എണ്ണം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തില്ല, ബാക്കി ടെസ്റ്റ് ചെയ്തു, അത് ഈ പറഞ്ഞ ആളിൻ്റെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു വിരലടയാള വിദഗ്ധന് ഇത് കൊടുത്തിട്ട് അയാൾ പറയുകയാണ് നത്തിങ്, ഇതിൽ നിന്ന് വിരലടയാളമൊന്നും എടുക്കാൻ പറ്റില്ല. ശരി, നിങ്ങൾക്ക് കോടതിയോട് പറയാം എടുക്കാൻ പറ്റിയില്ല. ഇത് നിങ്ങൾ കൊടുത്തിട്ടേ ഇല്ല. കാരണം കൊടുത്താൽ വേറൊരുത്തൻ്റെ ഇത് എറിഞ്ഞവനുണ്ടല്ലോ, ഈ ഡ്രാമ കളിച്ചവർ, അവൻ്റെ വിരലടയാളം വന്നാൽ അവനെ അകത്താകും. ദ ഹോൾ തിങ് വാസ് ഫോൾസ്. ഈ 3 പേർക്ക് ഒരു ബന്ധവുമില്ല, വെറുതെ ഇതുങ്ങളെ 7 കൊല്ലം ജയിലിലിട്ടതാണ്. അതുകൊണ്ട് കൂടുതൽ പരിശോധിക്കും തോറും, പ്രതികളെ കൂടുതൽ ടെസ്റ്റ് ചെയ്യും തോറും അവർ പ്രതികളല്ല എന്ന് തെളിയും. അതുകൊണ്ട് പ്രതിയുടെ മുണ്ട് ടെസ്റ്റ് ചെയ്തില്ല, ഷർട്ട് ടെസ്റ്റ് ചെയ്തില്ല, ഷർട്ടും മുണ്ടും ഹാജരാക്കി. കോടതി ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഈ ഷർട്ടും മുണ്ടും ഹാജരാക്കിയിരിക്കുന്നത്? അല്ല, ഇതാണ് അജേഷ് ധരിച്ചത്. ശരി, അജേഷ് ധരിച്ചു, അതുകൊണ്ട് കൊലപാതകം അയാൾ ചെയ്തെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇതിൽ മുണ്ടിലും ഇല്ല, ഷർട്ടിലും ഇല്ല. രസം എന്താണെന്ന് വെച്ചാൽ ഈ റിയാസ് മൗലവി എന്ന പരമസാധുവായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മുറി പരിശോധിച്ചപ്പോൾ കോടതി പറയുന്നത്, സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് 3 മൊബൈൽ ഫോൺസ്, 1 മെമ്മറി കാർഡ്, 5 SIM കാർഡ്സ് were received from the room of the deceased immediately after the incident. ഇത്രയും സാധനം. ഇത് കൂടാതെ ഒരു മെമ്മറി കാർഡും കാർഡ് റീഡറും ഉണ്ട് എന്ന് എൽസ്വെയർ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, 3 മൊബൈൽ ഫോൺ, ഒരു മെമ്മറി കാർഡ്, 5 SIM കാർഡ്, 5 നമ്പറുകളുണ്ടായിരുന്നു. 5 നമ്പറുകളുണ്ടായിരുന്നു. ഇത് അന്വേഷിക്കേണ്ടതല്ലേ? നൺ ഓഫ് ദ മൊബൈൽ ഫോൺ ആൻഡ് SIM കാർഡ്സ് വെയർ എക്സാമിൻഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഒരെണ്ണം പോലും തുറന്നു. സാധാരണ ഈ ലാസ്റ്റ് കോൾ വന്നതൊക്കെ പരിശോധിക്കാറുള്ളല്ലേ പോലീസ്? എഴുതുന്നുണ്ട്, ദർ വാസ് നോ അറ്റംപ്റ്റ് ഫ്രം ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ടു ഐഡൻറ്റിഫൈ ദ കോൾ ഡീറ്റെയിൽസ് ആൻഡ് ഇമേജസ് സ്റ്റോർഡ് ഇൻ ദ സെറ്റ് മെറ്റീരിയൽസ്. നോ എക്സ്പ്ലനേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ പ്രോസിക്യൂഷൻ സൈഡ് ഫോർ ദെയർ സീരിയസ് ലാപ്സ്. Prime materials seized from the scene of occurrence were not touched by any of them for the purpose of investigation. ഈ സാധനമേ തൊട്ടില്ല, കാരണം തൊട്ടാൽ അതാകും ഏറ്റവും വലിയ പൊട്ടിത്തെറി. ഈ മൗലവിയുടെ ഫോണിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് കോടതി പറയുന്നത്, വെറുതെ പറയുന്നതല്ല അത്, ടു ഐഡൻറ്റിഫൈ ദ കോൾ ഡീറ്റെയിൽസ് ആൻഡ് ഇമേജസ്. എന്തൊക്കെ ചിത്രങ്ങളാണ്, എന്താ ഉണ്ടായിരുന്നത്, ഇത് പലപ്പോഴും ഞാനൊന്നും പറയുന്നില്ല. ഈ എന്ത് ചിത്രങ്ങളൊക്കെ ആയിരിക്കും ദൈവത്തിനറിയാം. അല്ല, ഞാൻ മോശം പറയുകയല്ല, കാരണം അത് ചിത്രങ്ങളുണ്ടെങ്കിലും ഉണ്ട്. ബട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അത് പുറത്തുവിടാതിരിക്കാൻ നിങ്ങൾക്ക്, പക്ഷേ നിങ്ങളത് അന്വേഷിക്കണം. അല്ല, കൊല്ലപ്പെട്ട ആളെ അവസാനമായി വിളിച്ചത് ആരാണെന്ന് സ്വാഭാവികമായി അന്വേഷിക്കുന്നതാണ്. അജേഷ് വിളിച്ചിരുന്നോ മൗലവിയെ, നിന്നെ ഇന്ന് രാത്രി തട്ടുമുടാം എന്ന് പറഞ്ഞ് ഒരു വാട്സാപ്പ് മെസ്സേജ് കൊടുത്തിരുന്നോ? അങ്ങനെയാണെങ്കിൽ അത് വിലപ്പെട്ടൊരു തെളിവല്ലേ അജേഷിന് കൊടുക്കാൻ. അല്ല, ഇത്രയും കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇതിൻ്റെ യഥാർത്ഥ കൊലയാളികളെ രക്ഷിച്ച് ഈ ചെറുപ്പക്കാരുടെ തലയിലിടാൻ വേണ്ടി പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷനും ഇലക്ട്രോണിക് ബോധപൂർവ്വം ശ്രമിച്ചു എന്നാണ്. ദീസ് ഇലക്ട്രോണിക് ഡാറ്റ സ്റ്റോർഡ് ഡിവൈസസ് recovered from the crime spot immediately after the incident were omitted
to send for analysis by an expert in the field. The phone seized from the accused and prime witnesses, prosecution witness 2 and 3, were analyzed, but nothing was useful for the prosecution case. ഈ പ്രധാന സാക്ഷികളുണ്ട്, രണ്ടാം സാക്ഷി, മൂന്നാം സാക്ഷി, അവരുടെ ഫോണൊക്കെ പരിശോധിച്ചു. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ബട്ട് റിയാസ് മൗലവിയുടെ 3 ഫോൺ, 5 സിം കാർഡ്, മറ്റേ മെമ്മറി കാർഡ്, ഇതൊന്നും തൊട്ടിട്ടില്ല, ഒരു സാധനവും ചെയ്തിട്ടില്ല. The failure of the investigating officers to investigate with respect to the contents and data of above said phone materials cast serious doubt in the manner in which the investigation was started, conducted and concluded. ഇതാണ് കോടതി പറയുന്നത്. കാരണം നിങ്ങൾ പ്രതിഭാഗത്തിൻ്റെ DNA ടെസ്റ്റോ സംഗതിയോ ഒന്നും പരിശോധിക്കുന്നില്ല, മരിച്ചുപോയ ആളുടെ മൊബൈൽ ഫോണോ സംഗതിയോ അതും പരിശോധിക്കുന്നില്ല. നിങ്ങൾ പരിശോധിക്കുന്ന ഒരു ലുങ്കി, 2 ചെരുപ്പ്, എറിയാൻ ഉപയോഗിച്ച കല്ല്, ഇതൊക്കെയാണ് നിങ്ങൾ, ഇത് വെച്ചിട്ടാണ് നിങ്ങൾ കേസ് തെളിയിക്കാൻ. കാരണം ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവർ കുടുങ്ങും. ഞാനെപ്പോഴും പറയുന്നത് ഈ റിയാസ് മൗലവിയുടെ ഈ കേസ് വേണം CBIക്ക് വിടാൻ, ഈ കേസ് വേണം CBIക്ക് വിടാൻ. റിയാസ് മൗലവിയുടെ ഈ ബന്ധങ്ങൾ മുഴുവൻ പുറത്തു വരണം. അല്ല, സെഷൻസ് കോടതിയുടെ വിധി വന്ന സാഹചര്യത്തിലും സർക്കാരിന് വേണമെങ്കിൽ വിടാമല്ലോ. വിടാം, അത് വിടുകയൊന്നുമില്ല, നോക്കിക്കോ, അതൊന്നും തെളിയിക്കുകയൊന്നുമില്ല. കാരണം ഈ സാധനങ്ങളൊക്കെ പുറത്ത് വരും. അല്ല, ഇപ്പോൾ റിയാസ് മൗലവിയുടെ കോളി എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഒരു ചെറിയ പള്ളിയിൽ ഒരു മൗലവിക്ക് എന്തിനാണ് 3 മൊബൈൽ ഫോൺ, അതുകൂടാതെ 5 സിം കാർഡ്, പിന്നെ മെമ്മറി കാർഡ്, കാർഡ് റീഡർ സംവിധാനം, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇന്ന് രാത്രിയിലത്തെ ചർച്ചയിൽ വിനു വി ജോണോ അല്ലെങ്കിൽ ഷാനി പ്രഭാകറോ ആരെങ്കിലും ഉത്തരം തന്നാൽ മതി. ഏതായാലും കോടതിക്ക് പുറത്താണല്ലേ കേസ് വാദം നടക്കുന്നത്. നമ്മൾ ഈ ഉയർത്തുന്ന ചോദ്യത്തിന് വരും മറുപടി പറഞ്ഞാൽ. അല്ല ടിജി, ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഏഷ്യാനെറ്റ് കാണുന്നുണ്ട്. ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ നിലയല്ല അവർ പ്രവർത്തിക്കുന്നത്. നാട്ടിൽ ഇതിൻ്റെ പേരിൽ ഒരു വർഗീയ കലാപം എങ്ങനെ ഉണ്ടാക്കാം എന്ന തരത്തിലാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ കേസിൻ്റെ റിപ്പോർട്ടിങ് പോകുന്നത്. Come on, ഏഷ്യാനെറ്റ് cannot do a damn thing about Kerala society. ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അത്ര കൺട്രോളായ റിപ്പോർട്ടിംഗ് ആണ്. ഞാൻ പറയാം, 10 മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച ഒരു ബഹളം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ there will be retaliation. പഴയ കാലമൊന്നുമല്ല, പഴയ കാലമല്ല. വേണമെങ്കിൽ ഏഷ്യാനെറ്റ് ചെയ്ത് നോക്കട്ടെ. ഏഷ്യാനെറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ല. ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ ഈ ജഡ്ജ്മെൻ്റാണ് ഇരിക്കുന്നത്. ഏഷ്യാനെറ്റ് ഈ ജഡ്ജ്മെൻ്റ് എടുത്ത് വെച്ചിട്ട് അനലൈസ് ചെയ്യട്ടെ എന്ന്. വൈ യു ഒരു വക്കീലിനെ വിളിച്ച് അയാളുടെ കേസിനെ പറ്റി ചോദിച്ചാൽ അയാളെ ഡിഫെൻഡ് ചെയ്യും. എന്താ DNA ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറില്ല. അതോടെ ഇവരുടെ ഗ്യാസ് പോയി. പ്രൊസീജിയർ ഉണ്ടോ ഇല്ലെന്ന് ഇവർക്ക് ഉറപ്പില്ല. ഏതാണ് എവിടെയാണ് ഇങ്ങനെ എഴുതി വെച്ചതെന്ന് ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. കാരണം ഇവർക്ക് കിട്ടേണ്ട ഉത്തരം അയാൾ പറഞ്ഞു, അവർ ചോദിക്കില്ല. കാരണം ഈ ഉത്തരം ഇവർക്ക് ഇതെല്ലാം അറേഞ്ച് ഡ്രാമയാണ്. സുനിലെ, ഞാനിങ്ങനെ ചോദിക്കുമ്പോഴേ നിങ്ങൾ ഇത് തന്നെ പറയണം കേട്ടോ, മറ്റത് പറയല്ലേ എന്നൊക്കെ പറയും. ഇനി അയാൾ ഓർക്കാതെ സത്യം പറഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ, ഇവർ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോകും. തിരിച്ചു വരാമെന്നൊക്കെ പറയും. പിന്നെ തിരിച്ചു പോകില്ല. കാരണം ഈ പണ്ടാരക്കാലം നമ്മൾ വിചാരിച്ചതല്ല പറയുന്നത് പറഞ്ഞു ഒഴിവാക്കി കളയും. ഞാൻ യു സീ ദേ പ്ലേഡ് ദിസ് ട്രിക്ക് വിത്ത് റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ്, സുപ്രീം കോർട്ടിൽ നിന്ന് റിട്ടയർഡ്. ജസ്റ്റിസ് തോമസിനെ ഫോണിൽ വിളിക്കുന്നു. ഐ റിമെമ്പർ വേണുവായിരുന്നു അന്ന് ആങ്കർ. വേണു ചോദിക്കുന്നു, സാർ ഇങ്ങനെയുണ്ട്, സാറിൻ്റെ അഭിപ്രായത്തിനെ പറ്റി പറയണം. ഇദ്ദേഹം ശാന്തമായിട്ട് പറഞ്ഞു, വേണു ആ കടലാസ് കാണട്ടെ, ആ കടലാസ് എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റിസ് ഫോണിലാണ്. അപ്പോൾ വേണു പറഞ്ഞു, ആ കടലാസ് ഇപ്പോൾ ഇല്ല സാർ, ഞങ്ങളുടെ ഉണ്ട്, അത് വിശ്വസ്തമായ വിവരമാണ്. ഇല്ല, ഞാൻ സുപ്രീം കോടതി നിന്ന് വിരമിച്ച ന്യായാധിപനാണ്. സുപ്രീം കോടതി എഴുതിയ കാര്യം വായിച്ച് കേട്ടാൽ ഞാൻ അഭിപ്രായം പറയാം. അത്രയ്ക്ക് ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അതിൻ്റെ കോപ്പി എനിക്ക് കണ്ടാലും അതില്ല, നിങ്ങൾ വായിച്ചാൽ മതി, പക്ഷെ വായിക്കണം, അതില്ലാതെ പറ്റില്ല. ഞങ്ങൾ അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാർ, ഉടനെ വരും. വന്നില്ല. ഒരു 6 മിനിറ്റ് ജസ്റ്റിസ് KT തോമസ് ഈ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ടിരുന്നു. 6ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഫോണിൽ ഇൻറ്ററപ്റ്റ് ചെയ്തു. മിസ്റ്റർ വേണു, ഞാൻ ഡിസ്കണക്ട് ചെയ്തില്ല. അല്ല, അത് സോറി ജസ്റ്റിസ്, അത് കിട്ടിയില്ല. ഒരൊറ്റ ബ്ലാസ്റ്റായിരുന്നു. ദർ ഈസ് നോ സച്ച് ഓർഡർ, നോ സച്ച് ഓർഡർ, യു ആർ ബ്ലഫിംഗ് മീ. I was patiently holding the phone. I knew that you are playing this bluff. ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്, സുപ്രീം കോടതിയുടെ അങ്ങനെ ഒരു ഓർഡർ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റാത്തത്. നിങ്ങളെന്നോട് ഉണ്ട്, നിങ്ങളുടെ ഡെസ്കിലുണ്ട്. ഐ വാസ് പേഷ്യൻ്റ്ലി വെയിറ്റിംഗ്. ആർ യു പ്ലേയിങ് വിത്ത് മീ എന്ന് ചോദിച്ചു. ഒറ്റ ഫയറിങ് കട്ട് ചെയ്തു.
ദിസ് വാസ് ഡൺ ബൈ വി ആർ കൃഷ്ണയ്യർ ഓൾസോ, ഇന്ത്യ വിഷനിൽ. വി ആർ കൃഷ്ണയ്യരോട് ഇതുപോലെ സുപ്രീം കോടതിയുടെ ഇത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അതൊന്ന് വായിച്ച് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ല സാധനം. കൃഷ്ണയ്യർ പറഞ്ഞു മേലാൽ എൻ്റെ സമയം കളയരുത് ഇതുപോലത്തെ നുണകൾ പറഞ്ഞ്, ഞാൻ ഫോൺ വയ്ക്കുകയാണ്. തോമസ് സാറിനെ പോലെ ബ്ലാസ്റ്റ് ചെയ്തില്ല, പൊട്ടിത്തെറി. കാരണം അവരിത് എത്ര കണ്ടിരിക്കുന്നു ഈ കള്ളത്തരമൊക്കെ. ദിസ് ഈസ് വാട്ട് ദ ഗെയിം ഈസ്. ഞാൻ പറയട്ടെ, ടി വി ചർച്ചയിൽ നിങ്ങളോട് ഈ സുപ്രീം കോടതിയിൽ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു ഒക്കെ നുണയായിരിക്കും. അവരുടെ നരേറ്റീവിനെ പറ്റിയ നുണകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് ഞങ്ങളത് പറഞ്ഞില്ല എന്ന് ഭാവിച്ച് അടുത്ത നരേറ്റീവിന് പോകും. ഈ ജഡ്ജ്മെൻറ്റ് ഇവർക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യാതെ പോകും. ഇപ്പോൾ ഇവർ പ്രധാനമായിട്ടും ചെയ്യേണ്ടിയിരുന്നത് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഈ ഭാഗം, റിയാസ് മൗലവിയുടെ കയ്യിൽ 3 ഫോണും 5 സിം കാർഡും 1 മെമ്മറി കാർഡും 1 കാർഡ് റീഡറും ഉണ്ടായിരുന്നു. ആരായിരുന്നു ഇയാൾ? ഈ ദുരൂഹനായ മൗലവി, ഒരു കൊച്ചു പള്ളിയിലെ മൗലവിയുടെ കയ്യിൽ ഇത്രയധികം സംവിധാനത്തിൻ്റെ ആവശ്യം എന്താ? ഇതാണ് അന്വേഷിക്കേണ്ടത്. ഈ കേസാണ് CBIക്ക് പോകേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.